ഇരിക്ക് രണ്ടാളും. അല്ല, ഇത് ലോക്കറിൽ വെക്കുന്നില്ലേ? ഇന്ന് അനന്തോട്ടൻ ഇവിടെ ഇരിക്കെ, ഞങ്ങൾ ലോക്കറിൽ വെച്ചിട്ട് വരാം. വാലേഖേ. സാറിന്റെ മിസ്സസ് എവിടെ? അവര് ലോക്കറിൽ സ്വർണം വെക്കാൻ പോയി. സാഗർ പറഞ്ഞ സത്യമാണല്ലോ. ഇന്ന് ഹർത്താലായതുകൊണ്ട് സാഗർ ഇവിടേക്ക് വരണമെന്ന് മഹാലക്ഷ്മി പറഞ്ഞായിരുന്നല്ലോ. പറയാതെ പിന്നെ പറഞ്ഞത് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ സാറേ? വല്ലാത്തൊരു ഊരാക്കുടുക്കിലാണ് ഞാൻ പെട്ടിരിക്കുന്നത്. ഇന്ന് സാറും സാറിന്റെ വൈഫും വന്നത് എന്തായാലും നന്നായി. അല്ലെങ്കിൽ അവർ വീണ്ടും എന്നോട് മോശമായിട്ട് സംസാരിക്കും, പെരുമാറും. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കും സാർ. അങ്ങനെ വന്നാൽ അവര് കഥകൾ വളച്ചൊടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കണ്ണൻ സാറിനോട് പറയേണ്ടതെല്ലാം പറഞ്ഞത്. പിന്നെ സാറിനോടും. കുഴപ്പമില്ലല്ലോ. കണ്ണന് മഹാലക്ഷ്മി അമിതമായിട്ട് വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തിനിപ്പോ കോട്ടം തട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവനൊരിക്കലും പരിക്ക് പറ്റാൻ പാടില്ല. അവനെന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ആത്മാർത്ഥ സുഹൃത്ത്. അതുകൊണ്ട് ഒരു നിമിഷം പോലും അവൻ വിശ്വസിച്ച് വിവാഹം കഴിച്ച അവന്റെ പങ്കാളിയിൽ നിന്ന് അവന് ചതി ഉണ്ടാവാൻ പാടില്ല. അവള് കാരണം അവൻ കരയാൻ പാടില്ല. പോരായ്മയുള്ള ഭർത്താവിനൊപ്പം ജീവിച്ചിട്ട് ആ പോരായ്മകൾ നികത്താൻ അന്യ പുരുഷനോടൊപ്പം പോകുന്നവളാണ് മഹാലക്ഷ്മിയെങ്കിൽ നേരത്തോട് നേരം അവൾ അവന്റെ ജീവിതത്തിൽ നിന്ന് പോയേ പറ്റൂ. അതിനുമുമ്പ് ഞാൻ ചിലപ്പോൾ ഈ ഓഫീസിൽ നിന്ന് പോകും സാറേ. അതിന്റെ ആവശ്യമില്ല. തെറ്റ് ചെയ്യാത്തവര് ഇവിടെ തുടരണം. വഴിവിട്ട രീതിയിൽ ഇവിടെ ജീവിക്കുന്നവര് സമയത്തും കാലത്തും അവരുടെ സുഖം തേടി കണ്ണന്റെ ജീവിതത്തിൽ നിന്ന് പോവാൻ വേണം. ഇന്ന് സാർ ഇവിടെ ഉണ്ടാവോ? ഇല്ല. ഇന്ന് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് നീ ഞങ്ങളെ അറിയിക്കണം. ശരി സാറേ. ആ, അവരിപ്പോ ലോക്കറിൽ സ്വർണം വെച്ചിട്ട് ക്യാബിനിലെത്തിക്കണം. സാറേ. എടാ, ഇന്ന് നീ അവളും തനിച്ചേലുള്ളവിടെ. എടാ സാഗറെ, ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കണം. ഒരു ധൈര്യത്തിന് നീ ഒന്ന് മിനിങ്ങിക്കൂടാ. 2 പെഗ് അകത്ത് ചെല്ലുമ്പം എന്തും ചെയ്യാനുള്ള തന്റെ ഇടം കിട്ടും. ശരി സാറേ. സാറ് തന്ന ഫോറിൻ സാധനം കയ്യിലുണ്ട്. ഞാൻ എൻ്റെ മനസ്സും ശരീരവും തണുപ്പിച്ചിട്ട് ലഹരിയിൽ തന്നെ അവളുടെ മുന്നിലേക്ക് പോവാം. ഓക്കേടാ, നിന്റെ വിളിക്കായി ഞാൻ കാത്തിരിക്കും. കൃത്യസമയത്തിന് നീ എന്നെ വിളിച്ചേക്കണം. ശരി സാർ. ഞങ്ങൾ സ്വർണ്ണമൊന്നും ബാങ്ക് ലോക്കറിൽ വെക്കാറില്ല. ഇവിടെ ഇവന്റെ ലോക്കറിൽ കൊണ്ടുവയ്ക്കാറാ പതിവ്. അത് ബാങ്കിൽ വെക്കുന്നതിനേക്കാളും സുരക്ഷിതമായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. കണ്ണേട്ടന്റെ ലോക്കറ് കള്ളന്മാർക്ക് പോലും കുത്തി തുറക്കാൻ പറ്റില്ല. ആ, അത് കണ്ണേട്ടനും പറയാറുണ്ട്. അല്ല, ഇന്ന് ഹർത്താലായതുകൊണ്ട് മറ്റു സ്റ്റാഫുകൾ ആരും ഇല്ലല്ലോ. സാഗറും മഹി മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. ഞാൻ കൂട്ടിരിക്കണോ? അയ്യോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തേലുമൊക്കെ തിരക്ക് കാണില്ലേ? ആ, 1-2 ബന്ധുക്കളുടെ വീട് വരെ പോണം. ഇനി തിരിച്ചു പോകുന്നതിന് മുമ്പ് ആരും പരാതി പറയാൻ പാടില്ലല്ലോ. ഉടനെ തിരിച്ചു പോകുന്നില്ലെന്നല്ലേ പറഞ്ഞേ?
തിരിച്ചു പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അവിടെ ഞങ്ങളുടെ ബിസിനസ് നോക്കാൻ ആൾക്കാരുണ്ട്. പിന്നെ മഹിയെ കണ്ട ശേഷം കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കണമെന്ന് തോന്നി. പക്ഷെ പെട്ടെന്ന് അനന്തോട്ടൻ തീരുമാനം മാറ്റി. അതെന്തുപറ്റി അനന്തേട്ടാ? അല്ല, പോകുമ്പോ കണ്ണനെ കൂടെ കൊണ്ടുപോകുന്ന വിചാരിക്കുന്നത്. അയ്യോ, കണ്ണേട്ടൻ അതിന് സമ്മതിച്ചോ? കുറെ നാളായിട്ട് ഞങ്ങൾ അവനെ വിളിക്കുന്നുണ്ട്. അവൻ ഈ ബിസിനസിന്റെ തിരക്കൊക്കെ പറഞ്ഞൊഴിഞ്ഞു മാറി നിൽക്കുമായിരുന്നു. ഇത്തവണ എന്തായാലും അവനെ കൊണ്ടുപോകണം. ആ, അപ്പൊ ഞാൻ വരണ്ടേ? കണ്ണനുള്ളിടത്ത് ലക്ഷ്മി വേണമല്ലോ. എന്നും അങ്ങനെ വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കൃഷ്ണനുള്ളിടത്ത് രാധയുള്ളതുപോലെ കണ്ണനുള്ളിടത്ത് ലക്ഷ്മിയും വേണം. പക്ഷേ അതൊക്കെ നടക്കണമെങ്കിൽ ദൈവം കൂടി വിചാരിക്കണം.